ഇവിടെ മരണകാരണത്തിന് ഞാൻ മനസ്സിലാക്കിയ പല ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഇന്ന് പല ആൾക്കാരും പറയുന്ന ഏറ്റവും വലിയ കാരണം അതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാളെ എനിക്കോ നിങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും വരാം. അവർ ഹോസ്പിറ്റലിൽ എത്താൻ ഡിലേ ആവുന്നതും അവർക്ക് കിട്ടേണ്ട സമയത്തുള്ള, അല്ലാതെ കുറേ പ്രീ വർക്കൗട്ടും കുറേ എനർജി ഡ്രിങ്കും മാത്രം കുടിച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആംബുലൻസ് വിളിക്കുക. ഇനി UAE ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇത്തരത്തിൽ ക്രിക്കറ്റ് കോർട്ടിലും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഫുട്ബോൾ പ്ലെയർ ആ പയ്യൻ്റെയൊക്കെ മരണ കാരണം, ഹായ് ഫ്രണ്ട്സ്, ജിമ്മിലും കളിക്കളങ്ങളിലും കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. എന്താണ് അതിന് കാരണം? അതാണെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഈ കഴിഞ്ഞ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് പല ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല ഡോക്ടേഴ്സുമായിട്ട് ഹൃദയത്തെ നമുക്ക് എങ്ങനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാം, അതിന് നമ്മൾ എന്ത് രീതിയിലുള്ള ഡയറ്റ് നോക്കണം, ഏത് രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യണം എന്നുള്ള പല ചർച്ചകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പല ഷോർട്സും റീലും ഒക്കെ പല സുഹൃത്തുക്കളും എനിക്ക് ഷെയർ ചെയ്തിട്ട് ചേട്ടൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് പലരും ചോദിക്കുകയുണ്ടായി. ഇതിൻ്റെ മെഡിക്കൽ വശങ്ങളെ പറ്റി പറയാൻ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല, പക്ഷേ ഞാനൊരു സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനറും ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റുമാണ്. ഇത്രയും വർഷത്തെ എൻ്റെ ട്രെയിനിങ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും ഞങ്ങൾ ഫോളോ ചെയ്തു വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക്ക് ജിമ്മിൽ നിന്ന് തന്നെ തുടങ്ങാം. വർഷങ്ങളായിട്ട് ഞാൻ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യുന്ന എൻ്റെ ക്ലയൻസിനോടും ദുബായ് ദേരയിലുള്ള വിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഞങ്ങളുടെ ജിമ്മിൽ നേരിട്ട് വന്ന് ട്രെയിനിങ് ചെയ്യുന്ന ക്ലയൻസിനോടും ഞങ്ങൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുൻപും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പോർട്സ് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ടും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് അസസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ജിമ്മിലും അതിൻ്റേതായ പ്രോട്ടോക്കോൾ കാണും. ഞങ്ങളുടെ ജിമ്മിലും ഫിറ്റ്നസ് അസസ്മെൻറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്പെസിഫിക് പ്രോട്ടോകോൾസ് ഉണ്ട്. അതിലൂടെയാണ് ഞങ്ങൾ ഫിറ്റ്നസ് അസസ്മെൻറ്റുകൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് അസസ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, വരുന്ന ക്ലയൻറ്റിൻ്റെ ഏജും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്ത് അവരുടെ എൻഡ്യൂറൻസ് ടെസ്റ്റ്, സ്ട്രെങ്ത് ലെവൽ എത്രത്തോളം ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം ഉണ്ട്, മൊബിലിറ്റി എത്രത്തോളം ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു ഫിറ്റ്നസ് അസസ്മെൻറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസും മറ്റുള്ള കാര്യങ്ങളും, ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസോ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ, ഇഞ്ചുറികൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അതെല്ലാം ബൈ റെക്കോർഡാക്കിയതിന് ശേഷമാണ് നമ്മളൊരു ക്ലയൻറ്റിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലോട്ട് കടക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഫിറ്റ്നസ് വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. ഫിറ്റ്നസ് അസസ്മെൻറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബ്ലഡ് വർക്ക്. അപ്പം ഈ ബ്ലഡ് വർക്ക് ചെയ്ത് ക്ലയൻസ് ഈ ബ്ലഡ് റിപ്പോർട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ നോക്കി ഈ പറയുന്നത് പോലെ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ പല ബ്ലഡ് മാർക്കേഴ്സും ലെവലിന് മേളിൽ കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ക്ലയൻസിന് ഈവൻ ഒരു വൈറ്റമിൻ ഡി എത്ര ഡോസ് എടുക്കണം എന്നുള്ളത് തൊട്ട്, ഇനി കൊളസ്ട്രോൾ കൂടുതലാണ് അവർക്ക് മെഡിസിൻസിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈവൻ ഡയബറ്റിക് ആയിട്ട് വരുന്നവർ, ഈവൻ HbA1c ഒരുപാട് ഹൈ ആയിട്ടും പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്, യൂറിക് ആസിഡ് വളരെ ഹൈ ആയിട്ട് വരുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഏത് തരത്തിലുള്ളൊരു ഡയറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇവരുടെ സപ്ലിമെൻറ്റ്സിൽ എന്തെങ്കിലും അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ചില ആൾക്കാർക്ക് ഹൈ BP ഉള്ള ആളുകൾ കാണും, വർഷങ്ങളായിട്ട് ചിലപ്പം ഡയബറ്റിക്കിന് മെഡിസിൻ എടുക്കുന്നവർ കാണും. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വർക്കൗട്ട് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ വെറുതെ വന്നിരുന്ന് ഒരു ട്രെയിനറുടെ അടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പലപ്പോഴും ജിമ്മിൽ ഇത്തരത്തിൽ ആളുകൾ കുഴഞ്ഞു വീഴുന്നതും പലതരത്തിലുള്ള ഇഞ്ചുറികൾ തന്നെ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താതെ നമ്മൾ വളരെ റിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് റിപ്പോർട്ടർ ചാനലിൽ ഒരു ഡോക്ടറുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് ആ ഡോക്ടർ അതിനകത്ത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ അരുൺ ഡോക്ടറോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മളുടെ കയ്യിലെല്ലാം സ്മാർട്ട് വാച്ച് ഉണ്ട്, നമ്മളപ്പം എത്ര സ്റ്റെപ്സ് ഒരു ദിവസം നമ്മൾ നടക്കണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഐഡിയ എല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആസ് എ ഫിറ്റ്നസ് കോച്ച് എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ക്ലയൻസിന് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു 8,000 to 10,000 സ്റ്റെപ്സ് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അതാണ് ആക്റ്റീവായിട്ടുള്ള
ഒരു ആളെന്ന് പറയുന്നത്. ആക്റ്റീവാണ് കേട്ടോ, അല്ലാതെ വലിയ വർക്കൗട്ടിൻ്റെ കാര്യത്തിലല്ല, വെറും ആക്റ്റീവായിട്ടുള്ള ഒരാളെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 8,000 to 10,000 സ്റ്റെപ്സ് ആയിരിക്കണം. ഇപ്പോൾ സ്മാർട്ട് വാച്ച് ഒക്കെ ഉള്ളതുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് ഡോക്ടർ പറയുന്നുണ്ട് അരമണിക്കൂറെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളത്. അതിൽ തന്നെ ഡോക്ടർ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം എന്ന്. അപ്പം ഈ കൂടുതലും കുറവും നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അത്തരത്തിൽ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫിറ്റ്നസ് അസസ്മെൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് വർക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഏജ്, ആഴ്ചയിൽ നിങ്ങൾക്ക് എത്ര ദിവസം വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ്, നിങ്ങളുടെ സ്ട്രെസ് ലെവൽ എന്താണ്, നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ എങ്ങനെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ഒരു വർക്കൗട്ട് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ളത് ഒരു ട്രെയിനറിന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സാധാരണ പലരും പേഴ്സണൽ ട്രെയിനിങ് എടുക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനിങ്ങിന് ബഡ്ജറ്റ് ഇല്ലാത്തവർ കൃത്യമായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ അറിയാതെ ആയിരിക്കും ജിമ്മിൽ പോയിട്ട് ഈ പറയുന്ന പോലെ എന്തായാലും ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇത്രയും പൈസ കൊടുത്തതല്ലേ, ഉള്ള മെഷീനിലെല്ലാം കയറി കിടന്ന് എന്തെങ്കിലും കാണിക്കാം. ഇനി അതല്ലെങ്കിൽ വലിയ ഗ്രൂപ്പ് ക്ലാസ് ഒക്കെ ഉള്ള ജിമ്മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും കാണാറുള്ള ഒരു പ്രവണതയാണ് എന്തായാലും മെമ്പർഷിപ്പ് എടുത്തു എങ്ങനെയും വണ്ണം കുറയ്ക്കണം എന്ന് കരുതിക്കൊണ്ട് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത പല വർക്കൗട്ട്സും ചെയ്യാൻ പോവുക, അതല്ലെങ്കിൽ ഇതുവരെ ഒട്ടും തന്നെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല ഗ്രൂപ്പ് ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുക. ഒരു ഗ്രൂപ്പ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 10-30 പേരെങ്കിലും കാണും. അപ്പോൾ ഒരു ട്രെയിനറിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വലായിട്ട് എല്ലാവരെയും ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പലരും പല ഹാർട്ട് റേറ്റിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ ഒരു മാക്സിമം ലെവൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിയാതെ പലരും ഒരുപാട് BP ഉള്ളവർ കാണും. അപ്പോൾ അവർ വളരെയധികം അവരുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി ക്ലാസ്സുകൾ മറ്റുള്ളതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുഴഞ്ഞു വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് വേരിയേഷനുള്ള ആളുകൾ, ഒരുപാട് വണ്ണമുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ഇഞ്ചുറികൾ വരാനും ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആൾക്കാർ ഹൈലൈറ്റ് ചെയ്യുന്നത് ബാഡ്മിൻ്റൺ ഇടയ്ക്ക് ആൾ കുഴഞ്ഞു വീണ് മരിച്ചു, ഫുട്ബോളിനിടയ്ക്ക് ആൾ കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതിനിടയ്ക്ക് അറ്റാക്ക് വന്നു, അങ്ങനെ വന്നിങ്ങനെ. അപ്പോൾ ജിമ്മും ഈ കളിക്കളങ്ങളും പല സമയത്തും ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ പലർക്കും ഇപ്പോൾ ജിമ്മിൽ പോകാൻ പേടിയാണ്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ കളിക്കാൻ പോകാൻ പേടിയാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിമ്മിലാവുമ്പം നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതിന് മേളിലേക്ക് പോയിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മൾ ആ വെയിറ്റ് അവിടെ ഇട്ടിട്ട് നമ്മൾ പോകും. കാരണം നമ്മൾ തന്നെത്താനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊരാളുടെ കൂടെ സപ്പോർട്ടോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, നമുക്കൊരു ട്രെയിനറുടെ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അവരുടെ വർക്കൗട്ട് ലോഗും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പം അവരുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ട്രെയിനർ സജസ്റ്റ് ചെയ്യുക. പക്ഷേ കളിക്കളങ്ങളിൽ എപ്പോഴും പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാശിയോടെയാണ് കളിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു, എൻ്റെ കയ്യിൽ നിന്നൊരു ബോൾ ഒരാൾ അസിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ച് ആ ബോൾ നമ്മുടെ കയ്യിൽ വരിക, അല്ലെങ്കിൽ ആ ഒരു ടീമിനെ കൊണ്ട് ആ ഒരു സ്കോർ ചെയ്യിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കും. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് ടർഫിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് ഒരു വാർത്ത നമ്മൾ കണ്ടു. അതുപോലെ ഈ അടുത്തിടയ്ക്ക് UAE വളരെ യങ്ങായിട്ടുള്ളൊരു പയ്യൻ മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു കോമ്പറ്റീറ്റീവ് സ്പോർട്ട് ആയതുകൊണ്ടാണ്. അവിടെ ചിലപ്പോൾ നമ്മൾ പ്രായമോ അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് കണ്ടീഷനോ ഒന്നും നമ്മൾ വകവയ്ക്കാറില്ല. കാരണം അതൊന്നും ആ സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരില്ല. കാരണം അതൊരു ഒരു മത്സര ഒരു ബുദ്ധിയോടുകൂടി, അല്ലേ, ഒരു കോമ്പറ്റീറ്റീവ് ലെവലോടുകൂടി നമ്മൾ ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും. അപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള അത്ലറ്റ്സ് ആണ് എപ്പോഴും പറയാറുള്ളത്, എടാ എനിക്ക് പഴയ പോലെ ഒന്നും കളിക്കാൻ പറ്റുന്നില്ല, കാരണം ഇപ്പം മനസ്സെത്തുന്നിടത്തോട്ട് ശരീരം എത്തുന്നില്ല എന്ന് പറയും. അപ്പം അത് കോമ്പറ്റീറ്റീവ് അത്ലറ്റ്സ് എപ്പോഴും അത് പറയും. പക്ഷേ സാധാരണ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ വാശിയോടുകൂടി കളിക്കും. അത് ബാഡ്മിൻ്റൺ കോർട്ടിലായിക്കോട്ടെ, ക്രിക്കറ്റിനായിക്കോട്ടെ, എവിടെയാണെങ്കിലും. കാരണം നമ്മളൊരു കോമ്പറ്റീറ്റീവ് മൂഡിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവിടെയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ പ്രത്യേകം നമ്മളുടെ ഏജും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കണക്കിലെടുക്കുക. വണ്ണം കുറയ്ക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് റീൽസ് വന്നിട്ടുണ്ട്, ആയുസ് കൂടും, അപ്പോൾ അതുകൊണ്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാം. അപ്പോൾ ഇതുവരെ ഒരു ബാഡ്മിൻ്റൺ റാക്കറ്റ് കൈകൊണ്ട് പിടിക്കാത്ത ഒരാൾ നാളെ തന്നെ ഒരു ബാഡ്മിൻ്റൺ റാക്കറ്റ് മേടിച്ച് പുതിയ ഷൂസ് ഇട്ട് എല്ലായിട്ട് കോർട്ടിലേക്ക് പോയിട്ട് ഒന്നും അറിയാതെ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് നോർമൽ ലെവലിൽ നിന്ന് ഒരുപാട് മേളിലേക്ക് പോവുകയും നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവുകയും ഇഞ്ചുറികളും ഒക്കെ സംഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി UAE ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇത്തരത്തിൽ ക്രിക്കറ്റ് കോർട്ടിലും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഫുട്ബോൾ പ്ലെയർ, ആ പയ്യൻ്റെയൊക്കെ മരണ കാരണം പല വീഡിയോയിലും പല ആൾക്കാരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് നൈറ്റ്, ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ പല സുഹൃത്തുക്കളുണ്ട്, രാവിലെ 8 മണിക്ക് അവർക്ക് ജോലിക്ക് പോകണം. രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6:30-ക്കെങ്കിലും എഴുന്നേറ്റ്
ഒക്കെ വേണം പോകാനായിട്ട്. വൈകുന്നേരം 6-6:30 വരെ കാണും. അതിനുശേഷം വീട്ടിൽ വന്ന് ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് രാത്രി 9 മണി 10 മണിക്കാണ് ഇവർ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. വെളുപ്പിന് 3 മണി 4 മണി വരെയൊക്കെയാണ് ഇവരുടെ ഈ പറയുന്ന ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ബാഡ്മിൻ്റൺ ഒക്കെ സ്ട്രെച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോകുമ്പം ഇവിടെ മരണകാരണത്തിന് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് റെസ്റ്റ് ഇല്ല, സ്ലീപ്പില്ല. ഇതാണ് ഏറ്റവും വലിയ കാരണം. പല ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഇന്ന് പല ആൾക്കാരും പറയുന്ന ഏറ്റവും വലിയ കാരണം അതാണ്. പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ, കൃത്യമായിട്ട് വെള്ളം കുടിക്കില്ല. പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ ഇല്ലാത്തതും സ്ലീപ്പ് ഇല്ലാത്തതും റെസ്റ്റ് ഇല്ലാത്തതുമാണ് ഏറ്റവും വലിയ കാരണമെന്നാണ് ഞാൻ പറയുക. വളരെ ക്ലീൻ ഡയറ്റ് നോക്കുന്നവരും കൃത്യമായിട്ട് സപ്ലിമെന്റ് എടുക്കുന്നവരും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരും ആയിക്കോട്ടെ, അവർ പോലും കറക്റ്റായിട്ടുള്ള സ്ലീപ്പോ കറക്റ്റായിട്ടുള്ള റെസ്റ്റോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാളെ എനിക്കോ നിങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. എത്ര നല്ല ശരീരമുണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഉറക്കമില്ല, റെസ്റ്റ് ഇല്ല, ഡീഹൈഡ്രേഷനും ആയിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ കുഴഞ്ഞു വീഴാനും അല്ലെങ്കിൽ അതൊരു ഹാർട്ട് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇഞ്ചുറിയിലേക്ക് അത് നയിക്കും. അപ്പം പല ആൾക്കാരും ചെയ്യുന്നത് ഡീഹൈഡ്രേഷൻ ആണ്, അല്ലെങ്കിൽ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഈ കണ്ടമാനം വേർക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രോലൈറ്റ്സ് വെറും സാധാരണ ഫാർമസിയിൽ മേടിക്കാൻ കിട്ടും, ഇലക്ട്രോലൈറ്റ്സ് മേടിക്കാൻ കിട്ടും. ഇലക്ട്രോലൈറ്റ്സ് ഒരു കുപ്പിയിൽ നിങ്ങൾ കലക്കി നിങ്ങൾ അത് സിപ്പ് ചെയ്യുക. അല്ലാതെ കുറേ പ്രീ വർക്കൗട്ടും കുറേ എനർജി ഡ്രിങ്കും മാത്രം കുടിച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഒരു ലോങ് ടൈം, അതായത് 2.5 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഗെയിം നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രോപ്പറായിട്ട് ഒരു പ്രീ വർക്കൗട്ട് മീൽ കഴിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ കളിക്കാൻ പോകാനായിട്ട്. ഇത് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആൾക്കാരെല്ലാവരും ഉപ്പ് കണ്ടമാനം കലക്കി കുടിക്കുകയാണ്. ഉപ്പ് പോയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഉപ്പ് കുറേ കലക്കി കുടിച്ചിട്ട് കാര്യമില്ല. പിന്നെ അത് അവസാനം നിങ്ങളുടെ BP ഷൂട്ട് ചെയ്യും. അപ്പോൾ വെറുതെ ഉപ്പ് കലക്കി കുടിക്കലല്ല ഇതിനകത്ത് കാര്യം. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന പ്രോപ്പറായിട്ട് നിങ്ങൾ സ്വെറ്റായി നിങ്ങൾ പോകുന്ന മിനറൽസ് എല്ലാം നിങ്ങൾ ഈ പറയുന്ന പോലെ അത് നിങ്ങൾ വീണ്ടും തിരിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇലക്ട്രോലൈറ്റ്സ് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ ഗെറ്ററൈഡ് പോലുള്ള ഡ്രിങ്കുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കഴിവതും ഒരാൾക്കൊരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് അറിയാവുന്ന ഒരാളാണെങ്കിൽ മാത്രം ദയവ് ചെയ്ത് അത് അറ്റൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ CPR കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, ഒരു സർട്ടിഫൈഡ് CPR ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആംബുലൻസ് വിളിക്കുക. ദയവ് ചെയ്ത് ഞാൻ എന്താ പറയുക, പഴയ വൈദ്യനാണ്, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷ നോക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് CPR ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ CPR ചെയ്യാനായിട്ട് പോകരുത്. അതൊരു കാല് മടങ്ങുന്നത് തൊട്ട് ഒരു ആംഗിൾ ട്വിസ്റ്റ് ആവുന്നത് തൊട്ട് ഏത് തരത്തിലും കുഴഞ്ഞു വീഴുന്നതായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ആളാവാനായിട്ട് നിൽക്കരുത്. പല ആൾക്കാരുടെയും മരണകാലത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ ഹോസ്പിറ്റലിൽ എത്താൻ ഡിലേ ആവുന്നതും അവർക്ക് കിട്ടേണ്ട സമയത്തുള്ള പ്രോപ്പർ CPR കിട്ടാത്തതുമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ആംബുലൻസ് വിളിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും തന്നെത്താനെ നിങ്ങൾ അറിയില്ലാത്തൊരു കാര്യം ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ചിലപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിനെ പറ്റിയിട്ട് കുറേ റൂമറുകൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോ ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം. കൃത്യമായിട്ട് റെസ്റ്റ് കൊടുക്കുക, അതിനനുസരിച്ച് ബോഡി റിക്കവർ ആവും. ആ റിക്കവർ ആവുന്നതിനനുസരിച്ച് നിങ്ങൾ ഏതൊരു തരത്തിലുള്ള ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ പോവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ വ്യായാമം ചെയ്യാൻ നോക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഒരു 40 മിനിറ്റ്സ് എങ്കിലും, ഈവൻ ഡോക്ടർ പറഞ്ഞു 1/2 മണിക്കൂർ എന്നാ വീഡിയോയിൽ. ശരിയാണ്, ഏകദേശം 1/2 മണിക്കൂർ നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 അവറെങ്കിലും നിങ്ങൾക്ക് ഒരു ടൈം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്സ് മോണിറ്റർ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, ന്യൂട്രീഷൻ പ്രോപ്പർ ആക്കുക, ഹൈഡ്രേഷൻ ആവശ്യത്തിന് വെള്ളം നിങ്ങൾ കുടിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, നിങ്ങളുടെ സ്ട്രെസ് ലെവലിനെ മാനേജ് ചെയ്യാൻ നോക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലായിടത്തും നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചാടിക്കേറി ഓരോന്ന് ചെയ്തിട്ട് ഇഞ്ചുറികൾ വരുത്തുന്നത്. ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഏതൊക്കെ ബ്ലഡ് ടെസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ്പ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്.